അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വിശുദ്ധമായ ഖുർആനിൻ്റെ തജ്വീദ് അനുസരിച്ചുള്ളതായ പാരായണ പരിശീലനമാണ് ഈ ക്ലാസ്സിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. ഓൺലൈനായി 1, 2, 3 തുടങ്ങി ക്ലാസ് ക്രമത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. പദാനുപദം തജ്വീദിൻ്റെ നിയമങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ളതായ ക്ലാസ് ആയിരിക്കും. ഈ ക്ലാസ്സിലൂടെ തജ്വീദിൻ്റെ പ്രാക്ടിക്കൽ വശമാണ് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്രമം തെറ്റാതെ കൃത്യമായി ഓരോ ക്ലാസ്സും വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം ആദ്യമുള്ളതായ ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്നതായ നിയമങ്ങൾ പിന്നീടുള്ള ക്ലാസ്സിൽ ആദ്യമുള്ള ക്ലാസ്സിൽ വിശദീകരിച്ചത്ര ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വാദ് എന്ന അക്ഷരം നാം വിശദീകരിച്ചു പാരായണ വിഷയത്തിൽ. വീണ്ടും ആ ഒരു അക്ഷരം വരുമ്പോൾ സ്വാദിന് അത്രത്തോളം വിശദീകരണം ഉണ്ടാവുകയില്ല. അപ്പോൾ രണ്ടാമത് വന്ന സ്വാദ് നമുക്ക് ശരിയായി ഉച്ചരിക്കണമെങ്കിൽ ആദ്യം നൽകപ്പെട്ടിട്ടുള്ളതായ ക്ലാസ് കേൾക്കണം. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. സാക്കിനായ നൂനിന് ശേഷം ഫ എന്ന അക്ഷരം വന്നപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് അതിനെ പാരായണം ചെയ്തത്. വീണ്ടും അതുപോലൊരു നിയമം വരുമ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഫ വന്നു, അതുകൊണ്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ നിയമം ഇവിടെയും ബാധകമാണ് എന്നായിരിക്കും ചിലപ്പോൾ വിശദീകരിച്ചു പോകുന്നത്. കാരണം ക്ലാസ്സിൻ്റെ നീളം അധികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ചെയ്യുന്നത്. ഓരോ പദങ്ങളും പൂർണ്ണമായി വീണ്ടും 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 വിശദീകരിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ നീളം അധികരിച്ചു പോകുന്നത് അത് ക്ലാസ് വീക്ഷിക്കുന്നവർക്കും പഠിതാക്കൾക്കും പ്രയാസകരമാകും എന്ന നിലയ്ക്കാണ് അത്തരത്തിൽ ക്രമീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൻ്റെ ക്രമമനുസരിച്ച് എല്ലാവരും കൃത്യമായി കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും ഈ ചാനൽ നോട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക. കാരണം മറ്റൊന്നുമല്ല, ഒരു ക്ലാസ് കഴിയുമ്പോൾ അടുത്ത ക്ലാസ് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭ്യമാകണമെങ്കിൽ അതാണല്ലോ ഒരു വഴിയുള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ തജ്വീദ് അനുസരിച്ച് നിയമമനുസരിച്ച് കൃത്യമായി പാരായണം ചെയ്തു പഠിക്കണം എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഫോളോ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രവൃത്തി നാളെ പരലോകത്ത് നമുക്കെല്ലാവർക്കും പ്രതിഫലം ലഭിക്കുന്ന പ്രവൃത്തിയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ക്ലാസ് ഒന്ന് തുടങ്ങി വയ്ക്കാം ഇൻഷാ അല്ലാഹ്. വിശാലമായ ക്ലാസ് രണ്ടാമത്തെ ക്ലാസ്സിലായിരിക്കും. ബറക്കത്തിന് വേണ്ടി നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങി വെക്കാം. ഞാൻ ചൊല്ലുന്ന ദുആ ഏവരും എന്നോടൊപ്പം ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നാ ഇൽമൻ വ ഹിൽമൻ വ ഫഹ്മൻ വ അഖ്ലൻ വ അദബൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സആദ വബിക നസ്തഈനു. ഇൻഷാ അല്ലാഹ് ആദ്യമായി നമുക്ക് പഠിക്കാം
അഊദു എന്നുള്ളത് പഠിക്കാം. അഊദു. ഇവിടെ വിശദീകരിക്കാനുള്ളത് ആദ്യം ഹംസയാണ്. ഹംസ നമുക്കറിയാം തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ്. അതുമാത്രമല്ല ജഹ്ർ എന്ന സിഫത്തുള്ളതായ അക്ഷരമാണ്. ജഹ്ർ നമ്മുടെ തജ്വീദ് ക്ലാസ്സിൽ പങ്കെടുത്തവർക്കറിയാം. ജഹ്ർ എന്നാൽ ശ്വാസ തടസ്സം ഉണ്ടാവുക എന്നുള്ളതാണ്. അഥവാ ശ്വാസം, കാറ്റ് പുറത്തേക്ക് പോകരുത് ഹംസ ഉച്ചരിക്കുമ്പോൾ. ആ ആ. രണ്ടാമതായി ഐൻ. ആ ഐൻ ലമ്മുമാണ്. അപ്പോൾ ആ ഉ ആ ഉ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. ആ ഉ എന്നിങ്ങനെ ഉച്ചരിക്കില്ലേ. മറിച്ച് ആദ്യം ആ എന്ന് ഉച്ചരിച്ചതിന് ശേഷം ഐനെ മയപ്പെടുത്തി ഉച്ചരിക്കണം. ആ ഉ ആ ഉ ആ ഉ. ഐൻ്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യഭാഗമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഐൻ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകാതെ ശ്രദ്ധിക്കണം. ആ ഉ. എങ്ങനെയല്ല ആ ഉ എന്ന് ഉച്ചരിക്കല്ലേ, മറിച്ച് ആ ഉ ആ ഉ. ഇനി അതുപോലെ തന്നെ ഐൻ ലമ്മാണല്ലോ. ലമ്മായതുകൊണ്ട് രണ്ട് ചുണ്ടും മുന്നോട്ടാകേണ്ടതുണ്ട്. പക്ഷികളെ പോലെ, പക്ഷികളുടെ ചുണ്ട് മുന്നോട്ടാണല്ലോ. അപ്പം അങ്ങനെ ആകേണ്ടതുണ്ട്. ഉ ആ ഉ ആ ഉ ആ ഉ ആ ഉ ആ ഉ എന്നിങ്ങനെ ആകേണ്ടതുണ്ട്. ശേഷം ദാലാണ്. ദാലിന് ലമ്മുണ്ട്. അപ്പോൾ അവിടെയും ഈ പറയപ്പെട്ടതുപോലെ ചുണ്ട് മുന്നോട്ട് വെക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദാൽ എന്ന അക്ഷരം റഖവ എന്ന സിഫത്തുള്ള അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ ദാല് കുറച്ച് ഹോൾഡിംഗ് ഉള്ളതായ അക്ഷരമാണ്. ദു എന്ന് ഈസിയായി ഉച്ചരിക്കരുത്, വേഗം ഉച്ചരിക്കരുത്. ദു അല്ല, ദു ദു ദു. അഊദു. അഊദു എന്നതിൻ്റെ പെർഫെക്ഷൻ പരമാവധി നമുക്ക് കഴിയുന്നത് എന്ത് ചെയ്യുക, ഉച്ചരിക്കുക. അഊദു അഊദു എന്നിങ്ങനെ ഉച്ചരിക്കുക. തുടങ്ങി വെച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശാലമായി പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.